കുപ്പായം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളോടാണ് ദയവ് ചെയ്ത് ശ്രദ്ധിക്കണേ. എത്ര ആളുകളുടെ നിസ്കാരമാണ് ബാത്തിലായിക്കൊണ്ടിരിക്കുന്നതെന്നറിയോ? കാരണം എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഈ കുപ്പായം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾക്ക് നിസ്കാരത്തിലൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? കുപ്പായം ഇങ്ങനെ നന്നാക്കുക. ആദ്യം 2 കൈ കൊണ്ട് ഫ്രണ്ടൊന്ന് നന്നാക്കും, എന്നിട്ട് നേരെ ബാക്ക് കൊണ്ടുപോയിട്ട് അവിടെയും നന്നാക്കും. ഇപ്പോൾ തുടർച്ചയായിട്ട് എത്ര അനക്കായി? 4 അനക്കായി. 2 കൈ കൊണ്ട് ഒന്നും ഇങ്ങോട്ട്, പിന്നെ നേരെ ബാക്ക് കൊണ്ടും ഇങ്ങോട്ട്. അപ്പോൾ ടോട്ടൽ 4 അനക്കമായി. നിസ്കാരത്തിൽ തുടർച്ചയായിട്ട് 3 അനക്കം അനങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. ഇത് കുപ്പായം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ മാത്രമല്ല, നിസ്കാരത്തിൽ തുടർച്ചയായിട്ട് 3 വട്ടം ചൊറിഞ്ഞ് എന്നാലും നിസ്കാരം ബാത്തിലാവും. അപ്പോൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. ഇനി എന്താണ് ഈ തുടർച്ചയായിട്ടുള്ള 3 അനക്കമെന്ന് പല ആളുകൾക്ക് അറിയില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതെ, നമ്മളിപ്പോൾ കൈ നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിർത്താതെ അടിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ഒരനക്കായിട്ടാണ് കൂട്ടുക. ഇനി നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് നിർത്തി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാലോ അത് 2 അനക്കമായിട്ട് കൂട്ടും. തുടർച്ചയായിട്ട് 2 അനക്കമായിട്ട് കൂട്ടും. മനസ്സിലായില്ലേ? ഇത് ഇത്ര ഉയർത്തണം എന്നൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നിസ്കാരത്തിൽ ചില ആളുകൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ നേരെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് കൈ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ആട്ടുണ്ട്. അപ്പോൾ എത്ര അനക്കായി? തുടർച്ചയായിട്ട് 1, 2 2 വട്ടം തന്നെ ഈ കൈ ആട്ടി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 4 അനക്കമാകും. അപ്പോൾ ഈ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കണം. 3 അനക്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ നിസ്കാരത്തിൽ ചൊറിയാൻ വന്നാൽ അപ്പോൾ എന്താ ചെയ്യുക? അതിനൊരു പണിയുണ്ട്. ഈ വിരൽ കൊണ്ട് ചൊറിഞ്ഞാൽ മതി. ഏത് ഭാഗത്താണോ ചൊറി ആ ഭാഗത്തേക്ക് നമ്മുടെ കൈ കൊണ്ടുവന്ന് അവിടെ കൈ അമർത്തി പിടിക്കുക. എന്നിട്ട് ഈ ചെറുവിരൽ കൊണ്ട് എന്ത് ചെയ്യുക? അവിടെ ഇങ്ങനെ ചൊറിയുക. അതെത്രയും ചൊറിയുക. പക്ഷെ എന്ത് ചെയ്യരുത്? ഈ ഭാഗം അനങ്ങാൻ പാടില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് മുഖത്താണ് ചൊറിയെങ്കിലും മുഖഭാഗത്തേക്ക് കൈ കൊണ്ടുവന്നിട്ട് ഇവിടെ ചൊറിഞ്ഞാൽ മതി. തുടർച്ചയായിട്ട് 3 അനക്കം അനങ്ങിയാലാണ് നിസ്കാരം ബാത്തിലാവുക. ഇനിയോ ഓരോ അനക്കത്തിൻ്റെ ഇടയിലും ഒരു സുബ്ഹാനല്ലാഹയുടെ ഖദർ കണ്ടുകൊണ്ട് ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കൈ ഇങ്ങനെ ആട്ടി, പിന്നെ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആട്ടി, അപ്പോൾ തുടർച്ചയായിട്ടുള്ള 2 അനക്കം എന്ന് പറയൂല. മനസ്സിലായില്ലേ? തുടർച്ചയായിട്ടുള്ള 3 അനക്കം വന്നു കഴിഞ്ഞാലാണ് നിസ്കാരം ബാത്തിലാവുക. അപ്പോൾ തുടർച്ചയായിട്ട് 1, 2 ഇങ്ങനെ അനക്കി അവിടെ നിർത്തി. അപ്പോൾ നിസ്കാരം ബാത്തിലാവില്ല. കാരണം 2 അനക്കേ വന്നിട്ടുള്ളൂ. ഈ 3-മത്തൊന്നും കൂടെ തുടർച്ചയാക്കിയാലേ എന്ത് ചെയ്യുള്ളൂ? നിസ്കാരം ബാത്തിലാവുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുന്ന നിസ്കാരമാക്കി മറ്റുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.